السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد فالأصل الثاني രണ്ടാമത്തെ അസ്ലാണ് നമ്മൾ പറഞ്ഞത് അൽഹിർസു അല തത്ബീഖിൽ അമലി ഇസ്ലാം, ഇസ്ലാമിനെ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിലുള്ള അതീവ താല്പര്യം, പഠിച്ചത് ജീവിതത്തിൽ പകർത്തണം. മഹാന്മാരായ സഹാബ അവർ ഫകാനു ഇദാ തഅല്ലമു 10 ആയാതിൻ ലം യുഖല്ലിഫൂഹാ ഹത്താ യഅമലു ബിമാ ഫീഹാ മിനൽ അമൽ ഫതഅല്ലംനൽ ഖുർആന വൽ അമല ജമീഅ. സഹാബത്ത് ഒരു 10 ആയത്ത് പഠിച്ചാൽ അത് ജീവിതത്തിൽ പകർത്താതെ മുന്നോട്ട് പോവുകയില്ല. സഹാബത്ത് പറയണം, ഞങ്ങൾ ഇൽമും അമലും ഒന്നിച്ചു പഠിച്ചു. പഠിച്ചത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. പഠിച്ചത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ അസ്ൽ. പഠിച്ചത് ജീവിതത്തിലില്ലെങ്കിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോകും. പഠിച്ചത് ജീവിതത്തിലില്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം, പഠിച്ചത് ഇല്ലെങ്കിൽ ഇൽമ് നഷ്ടപ്പെടും. ആഫാത്തുൽ ഇൽം, ഇൽമിൻ്റെ വിപത്തുകളിൽ പണ്ഡിതന്മാർ എടുത്തു പറയുന്നതാണ് തർക്കുൽ അമൽ. പഠിച്ചത് ജീവിതത്തിൽ പകർത്തിയിട്ടില്ലെങ്കിൽ ആ പഠിച്ചത് നമ്മൾക്ക് നേരെ തിരിച്ചടിയാകും. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഹതഫൽ ഇൽമു ബിൽ അമൽ, ഇൽമ് അമലിനെ വിളിച്ചു. ഫൈൻ അജാബഹു, ആ ഇൽമിന് അമൽ മറുപടി കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ആ ഇൽമിൻ്റെ വിളിക്ക് അമൽ ഉത്തരം കൊടുത്താൽ, ആ പഠിച്ചത് അമലാക്കിയാൽ അതവിടെ ഉണ്ടാകും. വയില്ല ഇർതഹൽ, ഇനി ആ പഠിച്ചത് ജീവിതത്തിലില്ലെങ്കിലോ ആ ഇൽമ് അവലിൽ നിന്ന് യാത്ര പോകും എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ പഠിച്ചത് ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫഅലൂൻ. അർത്ഥം പറയേണ്ടതില്ലാത്ത വിധം സുപരിചിതമായ ആയത്താണ്. നിങ്ങൾ ചെയ്യാത്തത് എന്തിനാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ കോപം ലഭിക്കാൻ അത് കാരണമാണ്. ചെയ്യാത്തത് പറയുക. അപ്പോൾ പഠിച്ചത് ജീവിതത്തിൽ ഉണ്ടാകണം. അത് ജീവിതത്തിൽ കൊണ്ടുവരാതിരുന്നാൽ അത് അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമാകുന്ന കാര്യമാണ്. ഈ ആയത്തിന് ചില ആളുകൾ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആയത്ത് ഫർദായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ, ഹറാമായ കാര്യങ്ങളിൽ, അതിലാണ് ഇതിൽ ആക്ഷേപം വന്നിട്ടുള്ളത്. ഒരാൾ ഒരു സുന്നത്തായൊരു കർമ്മം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, അയാളത് ജീവിതത്തിൽ പകർത്തുന്നില്ലെങ്കിലും അയാൾക്ക് ഈ പറഞ്ഞ ആയത്തിൽ വന്നിട്ട് താക്കീതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അയാളത് ചെയ്യണം. പഠിക്കുന്ന ആളുകൾ, തുല്ലാബുകൾ, അധ്യാപകർ, ദാഇമാർ, അവർ പറയുന്നതൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് അവർക്കൊരു ഐബാണ്, ഒരു കുറവാണ്. പക്ഷെ ഈ ആയത്തിൽ വരുന്ന കാര്യം എന്ന് പറയും നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ ഒരാളോട് പറഞ്ഞു, അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നില്ല എങ്കിൽ, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറയുന്നു, അത് നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ ആയത്തിൻ്റെ പരിധിയിൽ അത് വരും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യസാലുൽ ആലിമു ജാഹിലൻ ബിമാ അലിം ഹത്താ യഅമല ബിഹി. ഒരു ആലിം ജാഹിലായി തന്നെ തുടരും, അവൻ പഠിച്ചത് അമലാക്കുന്നത് വരെ, പഠിച്ചത് ജീവിതത്തിൽ പകർത്തുന്നത് വരെ അവൻ ജാഹിലായി തന്നെ തുടരും. ഫൈദാ അമില ബിഹി കാന ആലിമ. പഠിച്ചത് എപ്പോഴാണ് അവൻ അമലാക്കുന്നത് അപ്പോഴായിരിക്കും അവൻ യഥാർത്ഥത്തിലുള്ള ആലിമായി മാറുന്നത് എന്ന് അൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അൽ അസ്ലു സാലിസ്, എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമുക്കൊരു ഈ 10 കാര്യങ്ങൾ ആരാ പറയാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിക്കണില്ലേ? അൽ അസ്ലു സാലിസ്, മൂന്നാമത്തെ അസ്ൽ, അടിസ്ഥാനം, അദ്ദഅവതു ഇലല്ലാഹി തആല അല ബസീറ. മൂന്നാമത്തെ അടിസ്ഥാനമാണ്. ആദ്യം പഠനം പറഞ്ഞു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത് അൽ അമൽ, അത് ജീവിതത്തിൽ പകർത്തുന്ന കാര്യം പറഞ്ഞു. അദ്ദഅവ, പഠിച്ചത് ദഅവ നടത്തുക. അദ്ദഅവതു ഇലല്ലാഹി അല ബസീറത്തിൻ,
കൃത്യമായ അറിവോടുകൂടി ബസീറത്തോടുകൂടി അള്ളാഹുവിലേക്ക് ദഅവ നടത്തുക, അള്ളാഹുവിലേക്ക് പ്രബോധനം ചെയ്യുക, ക്ഷണിക്കുക എന്നുള്ളത്. അദ്ദേഹം പറയാണ്, അബ്ദുസ്സലാം ബിൻ ബുർജിസ് റഹിമഹുല്ലാ, ഇദാ മന്നല്ലാഹു സുബ്ഹാനഹു വതആല അലൽ മുസ്ലിമി ബിൽ ഇൽമി വൽ അമൽ, അല്ലാഹു തആല ഒരു മുസ്ലിമിന് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അതിനുള്ള തൗഫീഖ് നൽകിയാൽ فعليه أن يبادر إلى إيصال هذا الخير للناس, ആ പഠിച്ചത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവൻ ധൃതി കാണിക്കണം, ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവൻ ധൃതി കാണിക്കണം. അൻ തരീഖി ദഅവതിഹിം വനുസ്ഹിഹിം വഇർഷാദിഹിം, അവർക്കത് ദഅവ നടത്തിക്കൊണ്ട് അവർ ഉപദേശിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട്. ഫഇന്ന ഹാദാ ഹുവ അമലുൽ അംബിയ, കാരണം ഇത് അംബിയാക്കന്മാരുടെ അമലാണ്. യഖൂലുല്ലാഹു തആല അൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അല ബസീറ അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവനും ബസീറത്തോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, ദഅവ നടത്തുന്നു, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അപ്പം പഠിച്ചത് ജീവിതത്തിൽ പകർത്തുക, ആ ജീവിതത്തിൽ പകർത്തിയത് ആളുകളിലേക്ക് എത്തിക്കുക, അതാണ് ദഅവ. ഇതാണ് മൂന്നാമത്തെ അസ്ൽ, ദഅവത്ത് നടത്തണം. വല്ലാഹു സുബ്ഹാനഹു വതആല റഫഅ മൻസിലത ദാഇ ഇലൈഹി അലാ ഗൈരി, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു ദാഇയുടെ പദവി അല്ലാഹു തആല ഉയർത്തിയിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇനി അതിൻ്റെ പ്രതിഫലമോ, അപ്പോൾ ദഅവ എന്ന് പറഞ്ഞ അമ്പിയാക്കന്മാരുടെ പ്രവർത്തനമാണ്. ഇപ്പോൾ ദഅവത്ത് നടത്തുക എന്നുള്ളത് വളീഫത്തുൽ അംബിയ, അമ്പിയാക്കന്മാരുടെ ജോലിയാണ്. അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മഹത്തരമായ കാര്യമാണ്. അതിൻ്റെ പ്രതിഫലമോ, അമ്മ അൻ സവാബിഹി വഅജ്രിഹി ഫഹുവ അദീമുൻ ലിഇളമി അമലിഹി, മഹത്തരമായ കർമ്മമായതുകൊണ്ട് അതിൻ്റെ പ്രതിഫലവും മഹത്തരമാണ്. فإن الداعية إلى الله له مثل أجر من تبعه في الخير من غير أن ينقص من أجورهم شيئا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൻ്റെ ആശയമാണ്, ഒരാൾ ഒരു നന്മയിലേക്ക് ക്ഷണിച്ചാൽ അവന് പ്രതിഫലമുണ്ട്, അത് പിന്തുടർന്ന അയാൾ ചെയ്ത അമലിനുള്ള പ്രതിഫലം കൂടിയുണ്ട്. ഒരാളൊരു നല്ല കാര്യത്തിലേക്ക് ക്ഷണിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, അൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുംരിൻ നഅം, നിന്നെ കൊണ്ട് ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയാൽ അതാണ് ചുവന്ന ഒട്ടകം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ള കാര്യം. അറബികൾക്കിടയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്പത്തായിരുന്നു ചുവന്ന ഒട്ടകം എന്നുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എടുത്തു പറഞ്ഞത്. മഹത്തരമായ കാര്യമാണ്. മൂന്നാമത്തെ അസ്ൽ എന്താണ്? അദ്ദഅവതു ഇലല്ലാഹി അലാ ബസീറ. ഇതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വമിമ്മ യൻബഗി അൻ യുഅലമ ഹുന, ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്നഹു ലാ യുശ്തറതു ലിമൻ യകൂനു ദാഇയൻ ഇലല്ലാഹി അസ്സ വജല്ല അൻ യുലിമ്മ ബിജമീഇൽ അഹ്കാമി ശർഇയ്യ. ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവന് ഷർത്തായിട്ടുള്ള കാര്യമല്ല അയാൾക്ക് ദഅവത്ത് നടത്തണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയണം എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ദഅവത്ത് നടത്താൻ പാടൂ എന്ന് പറയാൻ പാടില്ല. എല്ലാം പഠിച്ചിട്ട് ദഅവത്ത് നടത്താൻ പാടുള്ളൂ, അങ്ങനെ ഒരാളുണ്ടാകൂല എല്ലാം പഠിച്ചിട്ട്. അങ്ങനെ ഇവിടെ ദഅവ നടക്കൂല. വലാകിന്നൽ വാജിബ അലൈഹി അൻ യകൂന ആലിമൻ ബിമാ യദ്ഉ ഇലൈഹി, അയാൾ എന്തിലേക്കാണ് ദഅവ നടത്തുന്നത് അതിനെക്കുറിച്ച് അയാൾക്ക് കൃത്യമായി അറിവുണ്ടായിരിക്കണം. അതും നിർബന്ധമാണ്. അത് നിർബന്ധമാണ്. പറയുന്ന കാര്യം എന്താണോ അതിൽ അവന് കൃത്യമായ അറിവുണ്ടാകണം. അവന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയ കാര്യത്തിലേക്ക് അവൻ ക്ഷണിക്കാൻ പാടുള്ളൂ. പറയുന്ന കാര്യത്തിൽ ഇൽമുണ്ടായിരിക്കണം. അതാണ്
അഹ്ലുസുന്ന സലഫി ദഅവത്തിൻ്റെ ഒരു അടിസ്ഥാനം. ദഅവ നടത്തണം, എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ദഅവത്ത് നടത്താൻ പാടൂ എന്ന് പറയാൻ പാടില്ല. അൽ ഖദിയ്യ അല്ലതി യുബല്ലിഗുഹാ ഇലൻ നാസി യജിബു അലൈഹി അൻ യകൂന ആലിമൻ ബിഹാ അൽ ഇൽമ അശ്ശറഈ. പറയുന്ന കാര്യത്തിൽ അവന് എന്താണ് അതിൽ ശരിയായ അറിവ്, ശർഈയായ അതിലുള്ള കൃത്യമായ വിവരം അവനതിലുണ്ടായിരിക്കൽ നിർബന്ധമാണ്. വലിദാലിക യഖൂലു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്നൊരു ആയത്തെങ്കിലും നിങ്ങൾ എത്തിക്കുക, എന്നിൽ നിന്ന് ഒരു ആയത്തെങ്കിലും എത്തിക്കുക. അപ്പോൾ ഫൈദ അറഫൽ മുസ്ലിമു ആയതൻ, ഒരു മുസ്ലിം ഒരു ആയത്ത് പഠിച്ചു, വഫഹിമ മഅനാഹാ, അതിൻ്റെ അർത്ഥം അവൻ മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കണം? അൻ ത്വരീഖിൽ ഉലമാഇ വൽ മുഫസ്സിരീൻ, മുഫസ്സിറുകൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ എന്താണ് ആയത്തിന് പറഞ്ഞിട്ടുള്ളത്, പണ്ഡിതന്മാരിലൂടെ മുഫസ്സിറുകളിലൂടെ അവനത് മനസ്സിലാക്കണം. ഔ അറഫ ഹദീസൻ കദാലിക്, അപ്രകാരം തന്നെ ഒരു ഹദീസ്, ഔ അറഫ ഹദീസൻ കദാലിക മിൻ അഹാദീസി റസൂലിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ അലിമ ഹുക്മൻ മിനൽ അഹ്കാമി ശർഈയ്യ കദാലിക അൻ ത്വരീഖിൽ ഉലമാഇ അൻ ത്വരീഖി മുഅല്ലഫാതി അഹ്ലിൽ ഇൽം. പണ്ഡിതന്മാരിലൂടെ അവൻ അത് പഠിച്ചു മനസ്സിലാക്കി, ഒരു ആയത്ത്, ഒരു ഹദീസ്, ഒരു ഹുക്ം ശർഈ, അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ രചനയിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ അവൻ മനസ്സിലാക്കിയാൽ ബല്ലഗഹു ലിഗൈരിഹി മിനൻ നാസ്, അവൻ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കണം. വലൗ ലം യകുൻ ആലിമൻ ബിഗൈരി ദാലികൽ ഹുക്മി അവൽ ഹദീസ് അവൽ ആയ, മറ്റു ആയത്തിനെ കുറിച്ചോ മറ്റു ഹദീസിനെ കുറിച്ചോ മറ്റു ഹുക്മുകളെ കുറിച്ചോ അവൻ അറിയില്ലെങ്കിൽ അവനത് പറയണം, എത്തിക്കണം. അപ്പോൾ ഇതാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഇവിടെ പറഞ്ഞത് കാണാം. ഇതാണ് കാര്യം, ഇതാണ് എല്ലാവരും പറയണത്. പക്ഷെ ചില ആളുകൾ നമ്മളെക്കുറിച്ച്, സലഫികളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാറുള്ള ഈ വിഷയം വെച്ചിട്ട് എല്ലാം പഠിച്ചിട്ട് ദഅവത്ത് നടത്താൻ പാടും. ലോകത്താരും അങ്ങനെ പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. അങ്ങനെ ആരെയും പറയും? ഇല്ല. ഉസൂലു അദ്ദഅവത്തി സലഫിയ്യ, സലഫി ദഅവത്തിന്റെ അടിസ്ഥാനം പഠിപ്പിക്കുന്ന കിതാബുകളിൽ ഇത് പറയുന്നുണ്ട്. എല്ലാം പഠിച്ചിട്ടേ ദഅവത്ത് നടത്താൻ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല. പറയുന്നതിൽ കൃത്യത ഉണ്ടാകണം. എന്തെങ്കിലും പറയരുത്, അറിയാത്തത് പറയരുത്, വിവരമില്ലാത്തത് പറയരുത്. അത് ശക്തമായി തന്നെ നമ്മൾ അറിയാത്തത് പറഞ്ഞ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരാൾക്ക് അറിയാത്തത് പറഞ്ഞു കൊടുത്തു, മൻ ഉഫ്തിയ ബിഗൈരി ഇൽമിൻ കാന ഇസ്മുഹു അലാ മൻ അഫ്താ, ഒരാൾ അറിവില്ലാതെ ഫത്വ പറഞ്ഞു, ആ ഫത്വ പറഞ്ഞ ആൾക്ക് അതിന്റെ കുറ്റമുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനൻ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം, അവനെ എത്തിച്ചു കൊടുക്കണം. ആരെങ്കിലും സംശയം ചോദിച്ചാൽ, അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ അത് പറയരുത്. അപ്പൊ പറയുന്നത് എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതിൽ ഇൽമുണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എല്ലാം പഠിച്ചിട്ട് ദഅവത്ത് നടത്താൻ പാടുള്ളൂ എന്ന് ആരും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ സലഫികളെ കുറിച്ച് അങ്ങനെ ആരോപണം പറയുന്നുണ്ട്. അത് ശരിയല്ല. ഉസൂൽ അദ്ദഅവ സലഫിയ്യ അത് പഠിച്ച ആളുകൾ അങ്ങനെ പറയില്ല. അതേപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഷെയ്ഖ് പറയുന്ന ഒരു കാര്യം, വസായിലു ദഅവ, ദഅവത്തിന്റെ വസീലകൾ തൗഖീഫിയ്യ, വസായിലു ദഅവ തൗഖീഫിയ്യ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ദഅവത്ത് നടത്തിയത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച മാർഗം ഏതാണോ അങ്ങനെ തന്നെയാണ് നമ്മളും ദഅവ നടത്തേണ്ടത്. നമ്മൾക്ക് ഒരു പുതിയ ആശയം, അത് ശരിയല്ല. ഇപ്പം അഭിനയത്തിലൂടെ ദഅവത്ത് നടത്താം, തെറ്റാണ്. ഒരാൾ നാടകത്തിലൂടെ അള്ളാഹുലേക്ക് ക്ഷണിക്കാം എന്ന് തീരുമാനിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച വസീലയല്ല. പറയുന്നുണ്ട്, സഹൽ ഇബ്നു അബ്ദില്ലാഹ് അത്തസ്തൂരി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, കുല്ലു വജ്ദിൻ ലാ യശ്ഹദു ലഹുൽ കിതാബു വസ്സുന്നഹ്, ഏതൊരു വജ്ദും, വജ്ദ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം, ഒരു ഇബാദത്തോ മറ്റോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അല്ലെങ്കിൽ അവന് മനസ്സിൽ തോന്നുന്ന ഒരു നല്ല കാര്യം, അവനതിൽ പ്രത്യേക ഒരു ദൗഖ്, ഒരു ആസ്വാദനം ലഭിക്കുന്ന ഒരു കാര്യം, ആ കാര്യം ലാ യശ്ഹദു ലഹുൽ കിതാബു വസ്സുന്നഹ്, അതിന് കിതാബോ സുന്നത്തോ ഷാഹിദല്ല, ഖുർആനിലോ സുന്നത്തിലോ പ്രമാണമില്ല എങ്കിൽ ഫഹുവ ബാത്തിലുൻ, അത് ബാത്തിലാണ്. മനസ്സിന് തോന്നാണ് ഇത് നല്ല സുഖമുണ്ട്, ഇതിങ്ങനെ ചെയ്തിട്ട് പ്രത്യേക ഒരു സുഖം. സൂഫികളൊക്കെ അങ്ങനെയാണ്, അവരുടെ പല ഇബാദത്തുകളും അവരുടെ മനസ്സിന് അത് കിട്ടുന്നു ഇത് കിട്ടുന്നു പറഞ്ഞിട്ട് അവരുടെ തജ്രിബയുടെ അടിസ്ഥാനത്തിൽ ഓരോന്നുണ്ടാക്കിയാണ്. അതില്ല.
കുല്ലു വജ്ദിൻ ലാ യശ്ഹദു ലഹുൽ കിതാബു വസ്സുന്ന ഫഹുവ ബാതിൽ. നമ്മൾ പഠിക്കേണ്ട ഒരു ഇബാറത്തൻ. നമ്മൾക്ക് മനസ്സിന് നല്ല ആശ്വാസമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഇസ്ലാം ദീനിലുള്ള ഒരു കാര്യമാകൂല. ഖുർആനിലും സുന്നത്തിലും ഉണ്ടെങ്കിൽ അത് ദീനാകുള്ളൂ. ഞങ്ങളത് ചെയ്തു, ഭയങ്കര ആശ്വാസം, ഭയങ്കര സമാധാനം. ഇല്ല, ഇസ്ലാമിൽ ഒന്ന് ദീനാകണമെങ്കിൽ അത് ഖുർആനിലോ സുന്നത്തിലോ സ്ഥിരപ്പെട്ട കാര്യമാകണം. തയ്യിബ്. അൽ അസ്ലു റാബിഅ, നാലാമത്തെ അസ്ൽ, അൽ ഇഹ്തിമാമു ബിഅഖീദത്തി സലഫി ഇൽമൻ വഅമലൻ വതഅലീമ. നാലാമത്തെ അസ്ൽ അൽ ഇഹ്തിമാമു ബിഅഖീദത്തി സലഫ്, മുൻഗാമികളുടെ വിശ്വാസം, അതിനുള്ള വലിയ പ്രാധാന്യം. ഇൽമൻ വഅമലൻ വതഅലീമ, അത് പഠിക്കുന്നതിലും അത് ജീവിതത്തിൽ പകർത്തുന്നതിലും അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൊക്കെയുള്ള വലിയ പ്രാധാന്യം, അതിന് വലിയ പ്രാധാന്യം കൊടുക്കൽ. അഖീദ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അഖീദക്കുള്ള പ്രാധാന്യം അത് പഠിക്കുന്ന വിഷയത്തിലും പഠിപ്പിക്കുന്ന വിഷയത്തിലും ദഅവ നടത്തുന്ന വിഷയത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അഖീദയാണ്. അത് ദഅവ സലഫിയ, സലഫി ദഅവത്തിന്റെ ഏറ്റവും അടിസ്ഥാനമാണ്. അവർ അഖീദക്കായിരിക്കും മുൻഗണന കൊടുക്കുക, തൗഹീദിനായിരിക്കും മുൻഗണന കൊടുക്കുക. അവരുടെ ദഅവത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് തൗഹീദായിരിക്കും, അഖദിയായ കാര്യങ്ങളായിരിക്കും. ശരിയായ കക്ഷിയാണോ അല്ലെങ്കിൽ സലഫി ദഅവത്താണോ അല്ലെങ്കിൽ ശരിയല്ലാത്ത ദഅവത്താണോ എന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം അവർ തൗഹീദിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു അവരുടെ ദഅവത്തിൽ ഒന്ന് പരിശോധിച്ചാൽ മതി. തൗഹീദിന് എത്ര പ്രാധാന്യം, അഖീദക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നത് പരിശോധിച്ചാൽ മതി. അൽ ഫിറഖ് അദ്ദാല്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിഴച്ച കക്ഷികൾ, അവർ അഖീദക്ക് പ്രാധാന്യം കൊടുക്കാറില്ല. ഷെയ്ഖ് പറയാണ്, വഇന്ന മിമ്മാ യുഅ്സഫു ലഹു അന്നനാ അസ്ബഹ്നാ നസ്മഉ ഫി ഹാദിഹിൽ ആവിനത്തിൽ അഖീറ കലാമൻ യുനാബിദുൽ അഖീദ. വളരെ സങ്കടകരമായ കാര്യമാണ് ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ അഖീദക്കെതിരായിട്ടുള്ള ചില സംസാരങ്ങൾ കേൾക്കുന്നു. യുബഇദുഹാ അൻ സാഹാത്തിൽ ഇഹ്തിമാം, അഖീദയുടെ പ്രാധാന്യം കുറക്കുന്ന ചില സംസാരങ്ങൾ. ഫമിനൽ ജമാഅത്ത് മൻ യഅ്തബിറു മസായിൽ അൽ അഖീദ മസായില ജുസ്ഇയ്യാത്ത് ലാ യുഅ്തനാ ബിഹാ. അഖ്ദിയായ കാര്യങ്ങൾ ഒരു കേവലം ജുസ്ഇയായ മസ്അലകളായി അതിനെ പരിഗണിക്കാതെ വിടുന്ന ചില കക്ഷികളുണ്ട്. ബൽ വമിൻഹും മൻ യഖൂൽ, മാത്രം ഇത്ര വരെ അവർ പറയുന്നു, മല്ലദീ യുദീറുനാ ഇൻ അസ്ബത്നാ ലില്ലാഹി യദൻ ഔ ലം നുസ്ബിത്. അള്ളാഹ്ക്ക് കൈയുണ്ട് അല്ലെങ്കിൽ കൈയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം? അതുകൊണ്ട് ആ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് എന്താ നേട്ടം, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് നമുക്ക് പ്രയാസമുണ്ടാകുന്നത് എന്ന് പറയും. അള്ളാഹ്ക്ക് കൈയുണ്ട് കൈയില്ല, ഇങ്ങനത്തെ ചർച്ച എന്തിനാണ് എന്നവർ പറയും. സുബ്ഹാനല്ലാഹ്, പരിഹസിക്കുകയാണ്. അങ്ങനെ ചില ആളുകളുണ്ട്. അഖീദക്ക് എന്തിനാ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത്. എന്നാൽ അഹ്ലുസുന്ന അദ്ദഅവ സലഫിയ്യ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് അഖീദയാണ് ഏറ്റവും ആദ്യമായി പഠിക്കുക. അതാണ് ശരിയാക്കേണ്ടത്. അത് പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും ദഅവത്ത് നടത്തുന്നതിലും വലിയ ശ്രദ്ധയുണ്ടാകണം. കാരണം അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു ഇബാദത്ത് ശരിയാകണമെങ്കിൽ അതിൽ തൗഹീദ് ഉണ്ടാകണം. തൗഹീദ് ഇല്ലെങ്കിൽ ആ ഇബാദത്തല്ല. അതുകൊണ്ട് ഏറ്റവും സുപ്രധാനമായ കാര്യം സലഫി ദഅവത്തിൽ അഖീദയുടെ കാര്യമായിരിക്കും. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളത് ഈ അഖ്ദിയായ കാര്യങ്ങൾ പ്രധാനമായും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അൻ അൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. അല്ലാഹു തആല തന്നെ പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ.
അല്ലാഹു തആല കൊണ്ട് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഇതൊക്കെ എന്താണ്? എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു തആല നിയോഗിച്ചത് തൗഹീദ് പറയാൻ വേണ്ടിയിട്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ ദഅവത്താണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. കാരണം അത് ശരിയായാൽ ബാക്കി കാര്യങ്ങൾ ശരിയാകും. ഒരാൾ തൗഹീദ് ഇല്ലെങ്കിൽ എത്ര മറ്റു ഇബാദത്തുകൾ ചെയ്തിട്ടും കാര്യമില്ല. ഏറ്റവും പ്രധാനം തൗഹീദാണ്. ഏറ്റവും പ്രധാനം തൗഹീദാണ്. വിശുദ്ധ ഖുർആനിൽ ഒന്നാമത്തെ കൽപ്പന എന്താണ്? യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഒന്നാമത്തെ വിരോധവും ശിർക്കിൽ നിന്നുള്ള വിരോധമാണ്. ഇങ്ങനെ അഖീദക്കുള്ള പ്രാധാന്യം, തൗഹീദിനുള്ള പ്രാധാന്യം വിശുദ്ധ ഖുർആനിലും ഹദീസുകളിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അതുകൊണ്ട് ദഅവ സലഫിയ്യ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അസ്ലാണ്. അവർ സലഫുകളുടെ മുൻഗാമികളുടെ സഹാബത്ത് എങ്ങനെ വിശ്വസിച്ചുവോ ആ വിശ്വാസം അത് പഠിക്കാൻ, അത് പഠിപ്പിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ അങ്ങേയറ്റം അതിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് സലഫികൾ. അതാണ് ദഅവ സലഫിയയുടെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം. അദ്ദേഹം പറയണം, فالواجب على الدعاة إلى الله سبحانه وتعالى أن يعتنوا بأمر التوحيد. അതുകൊണ്ട് അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്യുന്ന ആളുകൾ തൗഹീദിന്റെ കാര്യം അങ്ങേയറ്റം ശ്രദ്ധിക്കണം, അത് പരിഗണിക്കണം. വഅൻ യഹ്തമു ബിഹി, അതിന് പ്രാധാന്യം കൊടുക്കൽ നിർബന്ധമാണ്. വഇന്ന മിമ്മാ യുഅ്ലിമുൽ ഖൽബ്, ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അൻ തംബുത നാബിതതുൻ തഖൂൽ, ഒരു ചിന്ത ഇവിടെ പൊട്ടിമുളച്ചിട്ടുണ്ട്. എന്താണ് ആ ചിന്ത? ലിമ ഹാദൽ ഇഹ്തിമാം ബിത്തൗഹീദ്, എന്തിനാ തൗഹീദിന് ഇത്ര വലിയ പ്രാധാന്യം എന്തിനാ തൗഹീദ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് എന്ന ചിന്ത. അലാ നഹ്തമു ബി ഉമൂരിൽ മുസ്ലിമീൻ വബിശുഊനിഹിം, മുസ്ലിങ്ങളുടെ മറ്റെന്തെല്ലാം വിഷയങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പരിഗണിച്ചുകൂടെ? എപ്പോഴും തൗഹീദ് അഖീദ ഇങ്ങനെ പറയുന്ന ഒരു സംസാരം ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്ന സംസാരമാണ്. فالمسلمون يقتلون يمينا وشمالا ونحن ندعو إلى هدم القباب وإزالة المساجد التي بنيت على القبور ونحو ذلك من المسائل. മുസ്ലിങ്ങൾ ഇങ്ങനെ മരിച്ചു വീഴുകയാണ്, കൊല്ലപ്പെടുകയാണ്. അപ്പോഴാണ് ഇവിടെ കുബ്ബ പൊളിക്കണം, അതേപോലെ തന്നെ ഖബറിൻ്റെ മേൽ നിർമ്മിക്കപ്പെട്ട മസ്ജിദുകൾ നീക്കം ചെയ്യണം, ഇങ്ങനെയുള്ള മസലകളൊക്കെ ചർച്ച ചെയ്യണത്. ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. നിങ്ങൾക്ക് എപ്പോഴും തൗഹീദാണ്, അഖീദയാണ്, വേറെന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് പറയും. അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. അത് ശരിയായാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം, നരകത്തിൽ ശാശ്വതനാകാതെ രക്ഷപ്പെടാം. തൗഹീദ് ഉണ്ടെങ്കിൽ എന്തായാലും അയാൾ സ്വർഗത്തിൽ പോകും. മൻ മാത ലാ യുശ്രിക് ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന, ഒരാൾ ശിർക്ക് ചെയ്യാതെയാണ് മരിച്ചതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ശിർക്കില്ലാതെയാണ് ഒരുത്തൻ മരിച്ചതെങ്കിൽ സ്വർഗത്തിൽ പോകും, ഉറപ്പാണ്. ഒന്നുകിൽ നേരിട്ട് സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ അവന് നരകത്തിൽ പോകേണ്ട വല്ല തിന്മകളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ എന്തായാലും പോകും. വമൻ മാത യുശ്രിക് ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ, എന്നാൽ ശിർക്ക് ചെയ്തിട്ട് മരിച്ചതെങ്കിൽ നരകത്തിലാണ്, ഉറപ്പാണ്, അവൻ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വഹു നാർ, അവന് സ്വർഗം ഹറാമാണ്, ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. എത്ര നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും ഹജ്ജ് ചെയ്തിട്ടും ഉംറ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇത് ഏറ്റവും പ്രധാനമാണ്, ഏറ്റവും അടിസ്ഥാനമാണ്. അതുകൊണ്ട് നമ്മുടെ തൗഹീദ് അഖീദ അത് ശരിയാക്കുന്ന കാര്യത്തിൽ നമ്മൾക്ക് അതീവ ശ്രദ്ധയുണ്ടാകണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഷെയ്ഖ് പറയുന്നുണ്ട്, വഖായിലു ഹാദൽ ഖൗൽ, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്തിനാ തൗഹീദിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്, എന്തെല്ലാം മുസ്ലിങ്ങളുടെ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകൾ നസിയ ഔ തനാസ
ഖൗല ഇമാമിൽ ഹുനഫ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അവർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്ക് അവർ മറന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവർ മറവി നടിച്ചിരിക്കുന്നു. എന്താ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്? വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു സയ്യിദുൽ മുവഹിദീൻ, അദ്ദേഹമാണ് പ്രാർത്ഥിച്ചത്, എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധനയിൽ നിന്ന് അകറ്റണമേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആരാൻ? തൗഹീദിനു വേണ്ടി ജീവിച്ചയാളാണ്. അദ്ദേഹത്തിന് അത് പേടിയുണ്ടെങ്കിൽ ഇബ്രാഹിം തൈമി റഹിമഹുല്ലാഹ് പറഞ്ഞത് വമൻ യഅ്മനു ശിർക ബഅദ ഇബ്രാഹിം വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം എന്നൊക്കെ കാണാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ശിർക്കിനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ആരാണ് അതിന് നിർഭയരാകുക? എല്ലാവരും പേടിക്കേണ്ട വിഷയമാണ്. തൗഹീദ് അത് ശരിയാക്കുന്ന കാര്യത്തിൽ ഷിർക്ക് അത് വിശ്വാസത്തിലോ വാക്കിലോ പ്രവർത്തനത്തിലോ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മളത് പഠിക്കണം. അത് ദഅവത്ത് നടത്തണം, അത് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദിൻ്റെ ദഅവ നടത്തണം. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ഈ നാട്ടിൽ ദഅവ നടത്താൻ, തൗഹീദിൻ്റെ ദഅവ പ്രത്യേകിച്ചും പബ്ലിക്കായിട്ട് നടത്താൻ നമ്മൾ അതിനു വേണ്ട പരിശ്രമങ്ങൾ നടത്തണം. അതിനെക്കുറിച്ചുള്ള പദ്ധതികൾ ധാരാളമായി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതേപോലെ തന്നെ ഇത്തരം മജ്ലിസുകൾ സംഘടിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു മജ്ലിസെങ്കിലും നടത്താൻ നമ്മൾ പരിശ്രമിക്കണം. ചിലപ്പോൾ കുറച്ചാളെ ഉണ്ടാകുള്ളൂ, എന്നാലും നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ച് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് നമ്മുടെ നാട്ടിലെ ചില ആളുകളൊക്കെ പരമാവധി ആളുകളെ ക്ഷണിച്ച് അള്ളാഹുവിൻ്റെ ദീൻ വലിയ അളവിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നത് ചെയ്താൽ മതി. പറ്റുന്നത് ചെയ്യണം. എല്ലാവർക്കും ഒരു 10,000 ആളുള്ള ഒരു സംഘവും 200 ആളുള്ള സംഘത്തിനും ഒരേ കാര്യം ചെയ്യാൻ പറ്റില്ല. പറ്റുന്നത് ചെയ്യുക. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി ഒരു ചെറിയ സംവിധാനം നമ്മൾ ഇഖ്ലാസോടുകൂടി സിദ്ഖോടുകൂടി തുടങ്ങിയാലും അതിന് ബറക്കത്തുണ്ടാകും. വലിയ സ്വാധീനം, വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇഖ്ലാസും സിദ്ഖും ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നാട്ടിൽ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? പഠനം ഒരു ഭാഗത്ത് നടക്കണം. നമ്മൾ പറഞ്ഞു ഓരോ അസ്ലും അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ കാണണം. പഠനം ഒരു ഭാഗത്ത് നടക്കണം. ആദ്യത്തെ അസ്ൽ ജീവിതത്തിൽ പകർത്തുക. മൂന്നാമത്തെ ദഅവ, അത് നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദാണ്. ഓരോരുത്തരും ചിന്തിക്കുക, എൻ്റെ നാട്ടിൽ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാൻ നമ്മളുമായി സഹകരിക്കുന്ന ആളുകളോട് സഹകരിച്ച് നമ്മളത് ചെയ്യാൻ പരിശ്രമിക്കണം. അൽ അസ്ലുൽ ഖാമിസ്, അഞ്ചാമത്തെ അസ്ൽ, അൽ ഇഹ്തിമാമു ബിസ്സുന്നത്തി നബവിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് അതീവ പ്രാധാന്യം നൽകൽ. വൽ ഹിർസു അലൽ അമലി ബിഹാ, അത് പ്രവർത്തിക്കുന്നതിലുള്ള അതീവ താല്പര്യം. വദ്ദഅവതി ഇലാ ദാലിക, അതിലേക്ക് ദഅവത്ത് നടത്തുന്നതിലും താല്പര്യമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പറ്റണം. അതിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കണം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത എല്ലാ കാര്യങ്ങളും ഫർദായ സുന്നത്തായ എന്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ജീവിതത്തിൽ പകർത്തുക. വഇൻ തുതീഉഹു തഹ്തദു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിലാകും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വത്തബിഊഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അനുധാവനം ചെയ്യുക, പിന്തുടരുക. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുന്നതിന് വേണ്ടി. സൂറത്തുൽ അറാഫിൽ പറഞ്ഞു. അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വലിയ മാതൃകയുണ്ട്. എല്ലാ കാര്യത്തിലും, വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, എല്ലാ ചലനങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ പരിശ്രമിക്കുക. അപ്പം സുന്നത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ന അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. എല്ലാ കാര്യത്തിലും, വേഷങ്ങളിൽ, മറ്റു കാര്യങ്ങളിൽ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം എങ്ങനെയായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷം എങ്ങനെയായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താടി നീട്ടി വളർത്തിയിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരിക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇബ്രാഹിമുൻ നഖഈ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. അവർ അറിവ് സ്വീകരിക്കുന്നതിൽ പോലും സലഫുകൾ താബിഉകൾ അറിവ് സ്വീകരിക്കുന്നതിൽ പോലും ആ പണ്ഡിതൻ അയാൾ സുന്നത്തിനോട് എത്രത്തോളം ശ്രദ്ധയുള്ളയാളാണ് എന്ന് പരിശോധിക്കാറുണ്ട് എന്നാണ്. അദ്ദേഹം പറയാണ്, കാനു ഇദാ അതൗ അർറജുല ലിയഖുദു അൻഹു ഇൽമ സ്വീകരിക്കാൻ വേണ്ടി ഒരാളുടെ അടുത്തേക്ക് അവർ ചെന്നാൽ നളറു ഇലാ സ്വലാത്തിഹി, അയാളുടെ നിസ്കാരം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കും. വഇലാ സുന്നത്തിഹി, അയാളുടെ സുന്നത്തിന്റെ കാര്യം എന്താണെന്ന് പരിശോധിക്കും. വഇലാ ഹൈഅതിഹി സുമ്മ യഖുദൂന അൻഹു, അദ്ദേഹത്തിന്റെ മറ്റു രൂപങ്ങൾ സ്വഭാവം ഇതൊക്കെ നോക്കും. എന്നിട്ടായിരിക്കും അവർ സ്വീകരിക്കാറുണ്ടായിരുന്നത് എന്ന് കാണാം. അപ്പോൾ സുന്നത്ത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കുക. ഇമാം സുഹരി റഹിമഹുല്ലാ പറയാണ്, കാന മൻ മള മിൻ ഉലമാഇനാ യഖൂൽ, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ പറയാറുണ്ട്, അൽ-ഇഅ്തിസാമു ബിസ്സുന്ന നജാതുൻ, സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് അത് രക്ഷയാണ് എന്ന് പറഞ്ഞത് കാണാം. ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാ മഹാനായ താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, അസ്സുനൻ ഫഇന്ന അസ്സുനന ഖിവാമുദ്ദീൻ, സുന്നത്ത് മുറുകെ പിടിക്കുക അതാണ് ദീനിന്റെ അച്ചുതണ്ട് അല്ലെങ്കിൽ അതിന്റെ സ്തംഭം എന്ന് പറഞ്ഞത് കാണാം. അത് നിലനിൽക്കുന്നത് അതിലാണ് എന്ന് പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞ എന്താണ്, ഒരാൾ സുന്നത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധയുണ്ടായാൽ വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ, ഒരാൾ സുന്നത്ത് ചെയ്ത് എന്നിലേക്ക് അടുക്കും, അങ്ങനെ അവസാനം അവനെ ഞാൻ ഇഷ്ടപ്പെടും. അല്ലാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. വല്ലാഹി ലാ യുൽഖില്ലാഹു ഹബീബഹു ഫിന്നാർ, അല്ലാഹു ആണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന ഒരു അടിമയെ നരകത്തിൽ എറിയുകയില്ല. അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടിയാൽ പിന്നെ ആ വ്യക്തി നരകം സ്പർശിക്കുകയില്ല. അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ഈ വിഷയത്തിൽ കുറച്ച് ശ്രദ്ധ കിട്ടാൻ വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും എൻ്റെ സുന്നത്തിനോടൊരു വെറുപ്പ് പ്രകടിപ്പിച്ചാൽ അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന ഹദീസിന്റെ മഅന ചില പണ്ഡിതന്മാർ പറഞ്ഞു. ചില സുന്നത്തായ കർമ്മങ്ങൾ തന്നെ സുന്നത്താണ്, അത് ഉപേക്ഷിച്ചാലാണ് കുറ്റൊന്നും കൂട്ടില്ല. പക്ഷെ സുന്നത്ത് നിരന്തരം ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഉപേക്ഷിക്കുന്നവരെ ശക്തമായി സലഫുകൾ എതിർത്തിരുന്നു ചില വിഷയത്തിൽ. അപ്പം പ്രത്യേകിച്ചും തുല്ലാബുകളായ ദീൻ പഠിച്ച ആളുകൾക്ക് പ്രത്യേകിച്ചും അത് സുന്നത്ത്, അതിന്റെ ഹുക്മ് സുന്നത്താണെങ്കിലും മുസ്തഹബാണെങ്കിലും നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും തുല്ലാബുകൾ പ്രത്യേകിച്ചും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, മൻ തറക്കൽ വിത്ര, നമ്മൾ ഈ വിഷയം അതിൻ്റെ ഒരു സുന്നത്തിനോടുള്ള അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സലഫുകൾ എത്രത്തോളം അത് ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷെയ്ഖ് ഇതിൽ കൊണ്ടുവന്നൊരു ആഥറാൻ, മൻ തറക്കൽ വിത്ര ഫഹുവ റജുലു സൂഇൻ, ഒരാൾ രാത്രി നിസ്കാരം വിത്ര നിസ്കരിക്കുന്നില്ല, അത് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ മോശപ്പെട്ട ഒരാളാണ്. ലാ യംബഗി അൻ തുഖ്ബല ലഹു ഷഹാദ, അവനിൽ നിന്ന് ഷഹാദ സാക്ഷിത്വം സ്വീകരിക്കാൻ പാടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മുഅക്കദായ സുന്നത്താണ് രാത്രി നിസ്കാരം. ഒരു റക്അത്തെങ്കിലും നിസ്കരിച്ച് ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് പറ്റണം. ഇങ്ങനെയുള്ള മറ്റു സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഇതാണ് അഞ്ചാമത്തെ അസ്ൽ. അൽ അസ്ലു സാദിസ് അൽ-ഇർതിബാത്തുൽ വസീഖു ബിഉലമാഇ സുന്ന, സുന്നത്തിന്റെ ഉലമാക്കളോട് അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാരോട് അൽ-ഇർതിബാത്തുൽ വസീഖ്, ശക്തമായ ബന്ധം, പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധം.
لا يخفى على أحد فضل العلماء والمكانة التي يتبوؤونها في الشريعة الإسلامية. ആർക്കും അറിയാത്ത വിഷയമല്ല പണ്ഡിതന്മാർക്കുള്ള ശ്രേഷ്ഠത ഇസ്ലാമിൽ. ആർക്കാണ് അറിയാത്തത്? അൽ ഉലമാ വറസത്തുൽ അംബിയ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. ധാരാളം ശ്രേഷ്ഠതകളുണ്ട് പണ്ഡിതന്മാർക്ക്, ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താ? ലൈസ മിന്നാ മൻ ലം യുവഖിർ കബീറനാ വയർഹം സഗീറനാ. വലിയവരെ ബഹുമാനിക്കാത്തവർ, ചെറിയവരോട് റഹ്മത്ത് കാണിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല, നമ്മുടെ സുന്നത്തിൽ, അവൻ നമ്മുടെ തരീഖത്തിൽപ്പെട്ട ആളല്ല. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് റിവായത്തിൽ എന്താണ്? വയഅരിഫു ലിആലിമിന ഹഖ്ഖഹു. നമ്മുടെ കൂട്ടത്തിലെ ദീൻ പഠിച്ച പണ്ഡിതന്മാർ, അവരോടുള്ള ഹഖ് മനസ്സിലാകാത്തവരും നമ്മളിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർ അവർക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ശരിയായ പണ്ഡിതന്മാർ. നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ അൽ ആലിമു ഇൻദൽ അവാം മൻ സഇദൽ മിമ്പർ. മിമ്പർമ കയറിയവരൊക്കെ പണ്ഡിതന്മാരാണ്. അതല്ല, ശരിയായ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ കൃത്യമായ അറിവുള്ള പണ്ഡിതന്മാർ. അവരുമായിട്ടുള്ള അവരുടെ ശ്രേഷ്ഠത ഇസ്ലാമിൽ ധാരാളമുണ്ട്. അവരുമായി ശക്തമായ ബന്ധമുണ്ടാകണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിലുള്ള വലിയ കിബാറുകളായ പണ്ഡിതന്മാർ, അവരുടെ വഴിയിൽ നടക്കുന്ന ഉലമാക്കൾ, അവരുമായി ബന്ധമുണ്ടാകണം. നേരിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ആളുകൾ, അങ്ങനെ അവരുടെ ദർസുകൾ കേട്ട് ആ നിലക്കുള്ള ബന്ധം, ഇങ്ങനെ അവരുമായി ശക്തമായ ബന്ധമുണ്ടാക്കുക. ഷെയ്ഖ് പറയണ വലാകിന്ന بعض الناس يخلط بين الحث على الارتباط بالعلماء وبين التعصب لهم وتقليدهم وهذا خطأ كبير. ഇവിടെ ചില ആളുകൾ രണ്ട് വിഷയങ്ങളെ കൂട്ടിക്കുഴക്കാറുണ്ട്. ഉലമാക്കളോട് ബന്ധം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ടീമായി, കക്ഷിയായി നിലകൊള്ളണം എന്നല്ല, അല്ലെങ്കിൽ അവരെ അന്ധമായി അനുകരിക്കണം എന്നല്ല. ബന്ധമുണ്ടാകണം, പണ്ഡിതന്മാരുമായി ബന്ധപ്പെടണം, ബന്ധം ചേർക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയുന്നത് തെളിവ് കൂടാതെ സ്വീകരിച്ച് അവരുടെ മുഖല്ലിദുകളായി, മുതഅസ്സിബുകളായി ജീവിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അല്ല, അവരിൽ നിന്ന് ഇൽമു സ്വീകരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അവർ മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കും. അവരുടെ തെറ്റിനെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യവും ഇല്ല. പണ്ഡിതന്മാരുമായി ബന്ധമുണ്ടാക്കണം എന്നുള്ളത് ആറാമത്തെ അസ്ലാണ്. ഇതിൽ ഓരോ അസ്ലും വിശദമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അറബി അറിയുന്ന ആളുകൾ ഇത് വായിക്കുക. അതുപോലെ തന്നെ വേറെയും ഒരുപാട് കിതാബുകളുണ്ട്. ഇവിടെ സംസാരങ്ങൾ കഴിഞ്ഞതും ഇനി വരാനിരിക്കുന്നതായിട്ടുള്ളതൊക്കെ ഉണ്ടാകും. സാധാരണ പെട്ടെന്ന് ഇത് അസ്ല് വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാനത് 10 അസ്ലും ആരാ പറയാൻ നോക്കണം, അല്ലെങ്കിൽ ഉണ്ടോ നോക്കല്ലേ, ഹദിയ തരാം ഇൻഷാ അല്ലാഹ്. പിന്നെ കുറച്ച് സമയങ്ങളെല്ലാവരും പരിചയപ്പെടണം, പ്രധാനമാണ്. ഇതിൽ പലരെയും പരിചയമല്ല. നമ്മൾ ഈ ഒരു 2 ദിവസത്തെ ക്യാമ്പിൽ നമ്മളുടെ ഒരു നല്ല ആവശ്യത്തിന് വേണ്ടി, നല്ല കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകൾ എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കേണ്ട ആളുകളാണ്. പരസ്പരം പരിചയപ്പെടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്ലു സാബിഅ, 7ാമത്തെ അസ്ൽ, അൽ-ഇബ്തിആദു അനിൽ ഹിസ്ബിയാത്തി വൽ ജമാഅത്തി അൽ-ഇസ്ലാമിയ്യത്തി സിർരിയ്യ. കക്ഷിത്വങ്ങളിൽ നിന്നും, ഹിസ്ബിയത്തിൽ നിന്നും, ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന രഹസ്യ സ്വഭാവമുള്ള സംഘങ്ങൾ, അവരിൽ നിന്ന് അകന്നു നിൽക്കൽ. ഷേഖ് പ്രത്യേകം എടുത്തു പറയുന്ന സംഘങ്ങൾ, വമിൻ ഹാദിഹിൽ ജമാഅത്ത് ജമാഅത്തുൽ ഇഖ്വാനിൽ മുസ്ലിമീൻ വജമാഅത്തുൽ തബ്ലീഗ് ഹിസ്ബുത് തഹ്രീർ. ജമാഅത്തുൽ ഇഖ്വാൻ അൽ മുസ്ലിമീൻ, ഇഖ്വാൻ മുസ്ലിമൂൻ, അതുപോലെ തന്നെ ജമാഅത്തുൽ തബ്ലീഗ്. ചില ആളുകളൊന്നും അതിൻ്റെ പ്രശ്നം മനസ്സിലായിട്ടില്ല. അതിൻ്റെ അപകടം, അവരുടെ അപകടം നമ്മൾ മനസ്സിലാക്കണം.
അതേപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകൾ, ഖവാരിജിയത്തിൻ്റെ സ്വാധീനമുള്ള പല സംഘടനകളുണ്ട്, അവർ പേരൊന്നും പറയുന്നില്ല. അത്തരം രഹസ്യ സ്വഭാവത്തിലുള്ള സംഘടനകളുമായിട്ട് സലഫികൾക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല. സലഫികൾക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല. അവരിൽ നിന്ന് അകന്നു നിൽക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഖൂൽ, അദ്ദേഹം പറയണം, വലിൽ അസഫ്, ഖേദകരമെന്ന് പറയട്ടെ, യൂജദു മൻ ജഅല സലഫിയ്യത ഹിസ്ബൻ കഹാദിൽ അഹ്സാബ്, സലഫിയത്തിന് ഇതുപോലെയുള്ള ഒരു കക്ഷിയായി മനസ്സിലാക്കിയ ചില ആളുകളുണ്ട്. സങ്കടകരമാണ്. സലഫിയത്ത് എന്ന് പറഞ്ഞ ഒരു കക്ഷിയോ സംഘടനയോ ഒന്നുമല്ല. അങ്ങനെ മനസ്സിലാക്കിയ ചില ആളുകളുണ്ട്. വയൂജദു മൻ യസ്ആ ഇലാ ജഅലി സലഫിയ്യതി കഹാദിൽ അഹ്സാബ്, ഇതുപോലെയുള്ള സംഘടനകളെ പോലെയാക്കാൻ പരിശ്രമിക്കുന്ന ആളുകളെയും കാണാം. ഫനഹ്നു നബ്റഉ ഇലല്ലാഹി സുബ്ഹാനഹു വതആല മിൻ ഹാദാ സനീഅ വനഊദു ബില്ലാഹി മിൻ ശർരി ഹാദൽ ഫാഇൽ. ഈ പ്രവർത്തനമായിട്ട് നമ്മൾക്ക് യാതൊരു ബന്ധവുമില്ല. സലഫിയത്ത് എന്ന് പറഞ്ഞ സംഘമോ സംഘടനയോ അല്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞിട്ടുള്ള അഖീദത്തു സലഫ്, മൻഹജു സലഫ്, അത് മുറുകെ പിടിക്കുന്ന ആരാണോ അയാൾ സലഫിയാണ്. അയാൾ ഏത് നാട്ടുകാരനാണെങ്കിലും ഏത് പ്രദേശത്തുകാരനാണെങ്കിലും അവൻ അഹ്ലു സുന്നത്തി വൽ ജമാഅ അതിൽ പെടുന്നതാണ്. അൽ അസ്ലു സാമിൻ, എട്ടാമത്തെ അസ്ൽ, ഇൽതിസാമുന ബിമാ ദല്ല അലൈഹിൽ കിതാബു വസ്സുന്ന وأجمع عليه سلف الأمة في معاملة أئمتنا وحكامنا. വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും സുന്നത്തും അതുപോലെ തന്നെ മുൻഗാമികളായ സലഫുകൾ എങ്ങനെയാണോ മുസ്ലിം ഭരണാധികാരികളോട്, ഇമാമുമാരോട് എങ്ങനെ പെരുമാറണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അത് മുറുകെ പിടിക്കുക. മുസ്ലിം ഭരണാധികാരികളോടുള്ള മുആമല അത് പലർക്കും അറിയില്ല, പലരും മനസ്സിലാക്കാത്ത ഒരു വിഷയമാണ്. ഒരു മുസ്ലിം ഭരണാധികാരി പ്രത്യേകിച്ചും അവരുടെ വിഷയത്തിൽ എങ്ങനെ ഇടപെടണം എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നഹ്നു നസ്മഉ വനുതീഉ ലിവുലാതി അംരിനാ ഫീ ഗൈരി മഅസിയ. മുസ്ലിം ഭരണാധികാരികളെ നമ്മൾ അനുസരിക്കും, മഅസിയത്തിൽ ഒഴികെ. ഒരു തിന്മ കൽപ്പിച്ചാൽ അത് അനുസരിക്കേണ്ട. ലാ തആഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു സൃഷ്ടിക്കും അനുസരണയില്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ഭരണാധികാരിയെ അവർക്ക് സമഉൻ തആഅത്തും അവരനുസരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരു മുസ്ലിം ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾക്ക് വലാ നറൽ ഖുറൂജ അലൽ ഹാകിമിൽ മുസ്ലിം, ഒരു മുസ്ലിമായ ഭരണാധികാരിക്കെതിരെ വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളത് ശരിയായ നിലപാടായി നാം മനസ്സിലാക്കുന്നില്ല. മഹ്മാ കസുറത് മആസിഹി, അയാൾ പല തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും, മുസ്ലിം ഭരണാധികാരികൾ പല തെറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ തിരിയുക, വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ നിലപാടല്ല. വലാ നദ്ഖുലു ഫീ ശൈഇൻ മിൻ ഉമൂരി ദുനിയാഹും, അവരുടെ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടുകയില്ല. വനൻസഹും ഹസബ ത്വരീഖത്തി ശർഇയ്യ, അവരെങ്ങനെയാണ് ഉപദേശിക്കേണ്ടത് അത് ശറഅ് പഠിപ്പിച്ചിട്ടുണ്ട്. ബിസിദ്ഖിൻ വഇഖ്ലാസിൻ വഖൗലിൻ നസീഹത്തി സിർറൻ ലാ സിയ്യമാ ഫീ സമനിൽ ഫിതൻ. എങ്ങനെ അവരെ ഉപദേശിക്കേണ്ടത്? രഹസ്യമായിട്ടാണ്, ഇഖ്ലാസോട് സിദ്ഖോട് കൂടി അവരെ ഉപദേശിക്കും, പരസ്യമായിട്ടല്ല. ഭരണാധികാരികളെ പരസ്യമായി വിമർശിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ നിലപാടല്ല. വനദഉ അല്ലാഹ തആല ലഹും ബിസ്സലാഹി വൽ ഫലാഹി ഫി സിർരിനാ വഅലാനിയതിനാ ലിഅന്ന സലാഹും സലാഹുൽ ലിൽ ഇബാദി വൽ ബിലാദ്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അവർ നന്നായി കഴിഞ്ഞാൽ
അത് അവിടെയുള്ള ആളുകൾക്കും നാടിനൊക്കെ എന്താണ്, ഗുണമാണ്, നല്ലതാണ്. ഒരു മുസ്ലിം ഭരണാധികാരി, ഇസ്ലാമിക രാജ്യത്തല്ല ജീവിക്കുന്നത് എങ്കിലും ഇസ്ലാമിക ഭരണകൂടത്തിൽ ഉള്ള ഭരണാധികാരികൾ, അവർക്കെതിരെ നമ്മൾ സംസാരിക്കരുത്. ഇവിടെ പോലും സംസാരിക്കരുത്. സൗദി അറേബ്യ മുസ്ലിം ഭരണാധികാരികളാണ്. അവരെക്കുറിച്ച്, അവർ ചെയ്യുന്ന തിന്മകൾ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല, പക്ഷെ അവരെക്കുറിച്ച് നമ്മൾ മോശം സംസാരിക്കാൻ പാടില്ല. അവരിൽ ഉള്ളത് തന്നെ പറഞ്ഞ എന്താണ്, ഉള്ളത് പറയുന്നതിന് എന്ത് പറയാം? ഉള്ളത് പറയുന്നത് എന്താ പറയാം? ഗീബത്ത്. ഗീബത്ത് നമ്മൾ പരസ്പരം പറഞ്ഞാൽ തന്നെ ഹറാമാണ്. അത് പറയുന്ന ആളുകൾക്കനുസരിച്ച് അതിന്റെ ഗൗരവം കൂടും. ഒരു പണ്ഡിതനെ കുറിച്ച് ഗീബത്ത് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഗീബത്ത് പറഞ്ഞത് പോലെയല്ല, അതിന്റെ ഗൗരവം കൂടും. എന്നതുപോലെ ഒരു ഭരണാധികാരിയെ കുറിച്ച് ഗീബത്ത് പറഞ്ഞ ഒരു സാധാരണക്കാരനെ ഗീബത്ത് പറഞ്ഞത് പോലെ കൂടും. ഒരു രാജാവ് അയാൾ ഒരു കാര്യം ചെയ്തു, തെറ്റായിരിക്കും ഇസ്ലാമിക, അത് നമ്മളിവിടെ പറഞ്ഞെന്നുള്ളൊരു കാര്യമില്ല. അത് പറഞ്ഞാൽ ഗീബത്താണ്. ഇവിടെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ പരസ്പരം ഇങ്ങനെ പീഡകൊലായ്മ ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവരറിയണമില്ല, നമുക്ക് ഗീബത്തിനുള്ള കുറ്റം കിട്ടും. ഇതും വളരെ പ്രധാനപ്പെട്ട വിഷയം. നോക്ക്, ഉദാഹരണം, ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖാഫി ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ, അവന്റെ കീഴിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹജ്ജാജിന്റെ കീഴിൽ സഹാബത്ത് വരെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും എന്ത് ചെയ്തിട്ടില്ല? ഹജ്ജാജിനെതിരെ ഖുറൂജ് നടത്താൻ എന്ത് ചെയ്തിട്ടില്ല? പരിശ്രമിച്ചിട്ടില്ല, അതിനുവേണ്ടി പ്രേരിപ്പിച്ചിട്ടും ഇല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഹജ്ജാജിന്റെ ഭരണകാലത്ത് ജീവിച്ചയാളാണ്. അതുപോലെ തന്നെ മഹാന്മാരായ ഒരുപാട് താബിഅകൾ, സഈദ് ഇബ്നുൽ മുസയ്യബ്, ഹസനുൽ ബസ്രി, ഇബ്നു സീരീൻ, വലിയ പണ്ഡിതന്മാരാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് ക്രൂരതകൾ എന്ന് കരുതി അദ്ദേഹത്തിനെതിരെ ആളുകളെ തിരിച്ചുവിടുക എന്നുള്ള കാര്യം അവർ ചെയ്തിട്ടില്ല. ഓരോ കാലഘട്ടത്തിലുള്ള മുൻഗാമികളായ സലഫുകൾ, വലിയ പണ്ഡിതന്മാർ, ഇമാമുമാർ, അവരുടെ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ പല കാര്യങ്ങളും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കെതിരെ ഖുറൂജ് നടത്തുക എന്നുള്ളത് അവർ അംഗീകരിച്ച കാര്യമല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അൽ അസ്ലു താസിഅ, 9ാമത്തെ അസ്ൽ, മുനാബദതു അഹ്ലിൽ ബിദ്അഇ വത്തഹ്ദീറു മിൻഹും. ബിദ്അത്തിന്റെ കക്ഷികളെ അവരോട് എതിരാവുക, അല്ല അവരെ വെടിയുക. മുനാബദ, മുഖാലഫ എന്നൊക്കെയാണ് അർത്ഥം. അതേപോലെ തന്നെ അവരെ ഉപേക്ഷിക്കുക, വിട്ടേക്കുക. അത്തഹ്ദീറു മിൻഹും, അവരെ തൊട്ട് താക്കീത് ചെയ്യുക. ബിദ്അത്തിന്റെ അഹ്ലുൽ ബിദ്അ, അഹ്ലുൽ ബിദ്അ. ബിദ്അത്തിന്റെ കക്ഷികൾ ആരാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടം പോലെ. അവരുടെ കൂടെ സഹവസിക്കുക, അവരത് കേൾക്കുക ഗുരുതരമായ വിഷയമാണ്. മഹാന്മാരായ സലഫുകൾ ബിദ്അത്തിന്റെ കക്ഷികളോടെടുത്ത നിലപാട് നമ്മൾ പഠിക്കണം. മുഫദ്ദൽ ഇബ്നു മുഹൽഹൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. ലൗ കാന സാഹിബുൽ ബിദ്അ ഇദാ ജലസ്ത ഇലൈഹി, ഒരു ബിദ്അത്തുള്ള മുബ്തദിഅ അയാളുടെ അടുത്ത് നീ ഇരുന്നാൽ, യുഹദ്ദിസുക ബിബിദ്അതിഹി ഹദർതഹു വഫറർത മിൻഹു, അയാളുടെ ബിദ്അത്ത് പറഞ്ഞാൽ നീ എന്തു ചെയ്യും? അതിൽ നിന്ന് ഓടിയകലും. ബിദ്അത്ത് പറഞ്ഞാൽ, ഒരു ബിദ്അത്തിന്റെ കക്ഷി അവന്റെ ബിദ്അത്ത് എങ്ങനെ പ്രചരിപ്പിക്കുക? ആദ്യം തന്നെ അവൻ പറയുന്ന അവന്റെ പിഴച്ച വാദം, ബിദ്അത്ത് അവന് നേരിട്ട് പറയില്ല, അത് അടിച്ചു കയറ്റാനാ ശ്രമിക്കുക ഇടയിലൂടെ. നേരിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും? അവൻ ഒഴിവാക്കി പോകും. വലാകിന്നഹു യുഹദ്ദിസുക ബിഅഹാദീസി സുന്ന ഫീ ബുദൂവി മജ്ലിസിഹി, മജ്ലിസിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ ആയിരിക്കും പറയാം. സുമ്മ യുദ്ഖിലു അലൈക ബിദ്അതഹു, പിന്നെ ബിദ്അത്ത് അതിലൂടെ കയറ്റും. ഫലഅല്ലഹാ തൽസമു ഖൽബക, അതിന്റെ ഹൃദയത്തിൽ പറ്റിപ്പിടിക്കും. ഫമതാ തഖ്റുജു മിൻ ഖൽബിക, പിന്നെ എപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ അത് എടുത്തു പോവുക?
ബിദ്അത്തിന്റെ കക്ഷികൾ വിശ്വാസത്തിൽ ബിദ്അത്തുള്ള ഖദീയായ ബിദ്അത്തുകളുള്ള അതുപോലെ തന്നെ മറ്റു ബിദ്അത്തുകളുടെ ആളുകൾ അവരുമായി സഹവസിക്കുക എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാം കേൾക്കുക, പച്ച ഖുറാഫാത്തും ബിദ്അത്തും പറയുന്ന ആളുകൾ, അയാൾ എന്തെങ്കിലും വല്ല എല്ലാവരും അംഗീകരിക്കുന്നൊരു വിഷയം പറഞ്ഞാൽ അതെല്ലാവരും സ്റ്റാറ്റസായി വെക്കുക, അത് പ്രചരിപ്പിക്കുക, നല്ലതല്ലേ പറയും. അയാൾ അസ്ലൻ ബിദ്അത്തുകാരനാണെങ്കിൽ അയാളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾ ഈ പറഞ്ഞിട്ടുള്ള മരണവും സ്വർഗവും നരകമൊക്കെ പറയുന്നതിൻ്റെ അടിക്കൽ അയാളുടെ ബിദ്അത്ത് അടിച്ചു കയറ്റും. നമ്മൾ മനസ്സിലാക്കണം, മരണമാണ്, ഭയങ്കര വഅളാണ്, ശരിയായിരിക്കും. പക്ഷെ അയാൾ ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന മുബ്തദിഅാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പറഞ്ഞില്ല എന്താ മുഫദ്ദൽ ഇബ്നു മഹൽ റഹിമഹുല്ലാ പറഞ്ഞു, ആ തുടക്കത്തിൽ തന്നെ അവർ ആ ബിദ്അത്ത് ഇടയിലൂടെ ആയിരിക്കും അത് കയറ്റുക. അവരുടെ ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി എന്ത് തന്ത്രം അവർ ഉപയോഗിക്കും. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നമ്മുടെ ദീനാണ്. നമ്മുടെ ദീൻ നമ്മൾ അത് നശിപ്പിക്കരുത്. നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മുടെ ദീനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കണം നമ്മുടെ ദീനാണ്. ആ ദീനിനെ നമ്മൾ ഈ രൂപത്തിൽ നശിപ്പിക്കാൻ ഇട്ടുകൊടുക്കരുത്. ഇമാം മഅ്മർ റഹിമഹുല്ലാഹ് പറയാണ്, കാന ഇബ്നു താവൂസ് ജാലിസൻ. ഇബ്നു താവൂസ് റഹിമഹുല്ലാഹ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫജാഅ റജുലുൻ മിനൽ മുഅ്തസില. മുഅ്തസിലിയായ ഒരു മനുഷ്യൻ, ഒരാൾ വന്നു. ഫജഅല യതകല്ലം. അയാൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. മുഅ്തസിലിയാണ്. ഫഅദ്ഖല ഇബ്നു താവൂസ് ഉസ്ബുഐഹി ഫി ഉദുനൈഹി. അദ്ദേഹത്തിന്റെ രണ്ട് ചെവികൾ, അദ്ദേഹത്തിന്റെ രണ്ട് വിരലുകൾ ചെവിയിലേക്ക് ഇങ്ങനെ വെച്ചു. വഖാല ലിബ്നി. അയാളുടെ മകൻ ആ സദസ്സിലുണ്ടായിരുന്ന മകനോട് പറഞ്ഞു, ഐ ബുനൈ അദ്ഖിൽ ഉസ്ബഅൈക ഫി ഉദുനൈക. നീ നിന്റെ വിരൽ ചെവിയിലേക്ക് വെക്കുക എന്ന് പറഞ്ഞു. അയാളുടെ സംസാരം നീ കേൾക്കണ്ട, അവരുടെ സംസാരം നീ കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കാണാം. അപ്പോൾ മുത്തദിയാണ്. അയാൾ വന്നപ്പോൾ സംസാരം കേൾക്കണ്ടെന്ന് പറഞ്ഞു ചെവി പൊത്തി മകനോട് ചെവി വെത്താൻ പറഞ്ഞു. സലഫുകൾ ഈ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ കാണിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. നോക്ക്, സഈദ് ഇബ്നു ആമിർ റഹിമഹുല്ലാഹ് പറയാണ്, ഹദ്ദസനാ സല്ലാം ഇബ്നു അബി മുതീഅ. സല്ലാം ഇബ്നു അബി മുതീഅ പറയാണ്, അന്ന റജുലൻ മിൻ അസ്ഹാബിൽ അഹ്വാ, ഒരു ബിദ്അത്തുകാരനായ ഒരാൾ, ഖാല ലി അയ്യൂബ് അസ്സഖ്തിയാനി. അയ്യൂബ് അസ്സഖ്തിയാനി എന്ന് പറഞ്ഞാൽ താബിഈയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബാ ബക്കർ അസ്അലുക അൻ കലിമ. ഒരു വാചകത്തെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഒരു കലിമ. അപ്പോൾ അയ്യൂബ് സഖ്തിയാനി കൊടുത്ത മറുപടി, അദ്ദേഹത്തിന്റെ വിരൽ കൊണ്ട് ഇങ്ങനെ ആങ്ങി സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വലാ നിസ്ഫ കലിമ. വലാ നിസ്ഫ, ഒരു ഹാഫ് കലിമത്ത് പോലും കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയെന്നാണ്. മുബ്തദിഅാണ്. ഒരു പകുതി കലിമത്ത് പോലും കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കി. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ചില ആളുകൾ സുബ്ഹാനല്ലാഹ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ജമാഅത്തു തബ്ലീഗ് അതിലൊക്കെ പോയിട്ട് അതിൽ ജമാഅത്തിനൊക്കെ പോയി നേരത്തെ പറഞ്ഞ പോലെ ഒരു സുഖം, നേരത്തെ പറഞ്ഞില്ലേ അബ്ദുല്ലാ അത്തസ്തുരി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, കുല്ലു വജ്ദിൻ ലാ യഷ്ഹദു ലഹുൽ കിതാബു വസ്സുന്ന ഫഹുവ ബാതിൽ. ഭയങ്കര സുഖമാണ്, ഭയങ്കര മാനസികമായിട്ടുള്ള ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് പഠിക്കാത്തതുകൊണ്ടാണ്. അവർക്ക് അഖദീയായ പ്രശ്നങ്ങളുണ്ട്, ബിദ്അത്തുണ്ട്, ബിദ്അത്തിനോടുള്ള തസാഹുലുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത്തരം ബിദ്അത്തിന്റെ കക്ഷികളുമായി മുജാലസ നടത്തിയാൽ തന്നെ അത് പ്രശ്നമാണ്. നമുക്ക് സലഫുകൾ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് ബസ്രയിൽ ചെന്നു. അപ്പോ റബീ ഇബ്നു സബീഹ് അദ്ദേഹത്തിന്റെ മദ്ഹബിനെ കുറിച്ച് ചോദിച്ചത് കാണാം. അപ്പൊ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, മാ മദ്ഹബുഹു ഇല്ല സുന്ന. അദ്ദേഹത്തിന്റെ മദ്ഹബ് അഹ്ലുസുന്നയുടെ മദ്ഹബാണ്. ലൈസ നഅരിഫു മിൻ മദ്ഹബിഹി ഇല്ല സുന്ന. സുന്നത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പൊ അടുത്ത ചോദ്യം,
അദ്ദേഹത്തോട് അവരോട് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് മൻ ബിതാനതുഹു, ആരാണ് ഇവരുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇയാളുടെ പ്രധാനപ്പെട്ട കൂട്ടുകാരാണ്, അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത്? അപ്പൊ പറഞ്ഞു അഹ്ലുൽ ഖദർ, ഖദരികളാണ്, ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ. ഖാല ഖദരികളുടെ കൂടെയാണ് സഹവാസം എന്ന് പറഞ്ഞപ്പോ എന്താ സുഫിയാൻ സൗരി പറഞ്ഞു? ഹുവ ഖദരി, ഖദരിയാണ്. സഹവാസം വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബിദ്അത്തിന്റെ കക്ഷികളെ വെടിയുകയും അവരെ തൊട്ട് താക്കീത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ സ്റ്റാറ്റസും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ വർദ്ധിച്ചപ്പോൾ ആർതാണ് എന്താണെന്നൊന്നും ആളുകൾ ശ്രദ്ധിക്കുക. വിഷയം നോക്കിയിട്ടാണ് എന്ത് ചെയ്യണത്, ഓരോരുത്തരും കാര്യങ്ങൾ ചെയ്യുന്നത്. ഗൗരവമുള്ള വിഷയമാണ്. നമുക്കതിൻ്റെ ഒരാൾ പച്ച ശിർക്ക് പറയുന്ന ആളാണ്, ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്, അയാൾ മരണം സ്വർഗം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? അത് ചിന്തിച്ചാൽ മതി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇതൊക്കെ ഓരോ വിഷയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അൽ അസ്ലുൽ ആശിർ, 10ാമത്തെ അസ്ൽ, അൽ അസ്ലുൽ ആശിർ ഇൽതിസാമുന ബിൽ കിതാബി വസ്സുന്ന ഫി കുല്ലി ശുഊനിന വഅഹ്വാലിന. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ എല്ലാ അവസ്ഥകളിലും ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുക. ഖുർആനും സുന്നത്തും എന്താ പറഞ്ഞത് അവിടെ നിൽക്കുക. അതെങ്ങനെയാണോ സലഫുകൾ മനസ്സിലാക്കിയത് അതിൽ നിലകൊള്ളുക. അല്ലാഹു തആല പറഞ്ഞില്ല, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു വിശ്വാസിയാകട്ടെ വിശ്വാസിനിയാകട്ടെ അള്ളയും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തൊരു, അല്ലെങ്കിൽ അള്ളി റസൂലിനെ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് തിരഞ്ഞെടുക്കാൻ ഒരു അവസരം വിശ്വാസിനിക്കില്ല. ഏതൊരു കാര്യത്തിലും ഖുർആൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതാകണം നമ്മളുടെ നിലപാട്. അതിനെതിർത്ത് നിൽക്കാൻ പാടില്ല. സ്ത്രീകളും പുരുഷനൊക്കെ എല്ലാം അങ്ങനെ തന്നെയാണ്. ഖുർആനും സുന്നത്തും അതാണ് നമ്മുടെ പ്രമാണം. അതിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു ഒരു കാര്യം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. ഏത് വിഷയത്തിലാകട്ടെ, നമ്മുടെ വസ്ത്രധാരണമാകട്ടെ, ദീനിന്റെ ഏത് വിഷയങ്ങളാകട്ടെ, എല്ലാ വിഷയങ്ങളിലും ഏറ്റവും സുപ്രധാനമായ അഖ്ദിയായ വിഷയങ്ങളാകട്ടെ, എല്ലാം ഖുർആനും സുന്നത്തും പറഞ്ഞതാണോ അവിടെ നിൽക്കുക. അത് നമ്മുടെ അഖിലിന് യോജിക്കുന്നില്ല, ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നൊന്നും നമ്മൾ പറയരുത്. നമുക്ക് ഉറപ്പാണ്. ഇപ്പൊ നോക്ക്, ഇന്നൽ ഐന ഹഖ്, കണ്ണേറ് സത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് അന്ധവിശ്വാസമാണോ? അല്ല, അന്ധവിശ്വാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം വിശ്വസിച്ച് നമ്മൾ എന്ത് ചെയ്യൂല? ഒരിക്കലും പഴച്ചു പോകൂല. കാരണം നമ്മൾക്ക് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും ശൈഅൈനി ലൻ തദില്ലു ഇദാ തമസ്സക്തും ബിഹിമ കിതാബല്ലാഹ് വസുന്നതി. രണ്ട് കാര്യങ്ങൾ നിങ്ങളേക്ക് വിട്ടേച്ചു പോകുന്നു, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴികേടിലാകൂല. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബ്, പിന്നെ എൻ്റെ സുന്നത്ത്. സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ചില ആളുകൾ അതിന് അന്ധവിശ്വാസമായിട്ട് പറയുന്നുണ്ട്. ഇല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ? നാളെ നമുക്ക് പരലോകത്ത് പറയാം. അള്ളാഹിനോട് പറഞ്ഞൂടെ, ഇന്നൽ ഐന ഹഖ്കുൻ, ഹദീസ് കണ്ടിട്ടാണ് ഞാൻ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ, സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നതാണോ, അത് വിശ്വാസകാര്യങ്ങളാകട്ടെ കർമ്മങ്ങളാകട്ടെ, അത് വിശ്വസിച്ചാൽ നമ്മൾ ഒരിക്കലും പഴച്ചു പോകില്ല. അതാകണം നമ്മുടെ വിശ്വാസം. എല്ലാം അങ്ങനെ തന്നെ. നമ്മൾ തീരെ കേൾക്കാത്തൊരു മസലയാണ് ഹദീസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അവിടെ കഴിഞ്ഞു. നമ്മൾ 78ാമത്തെ വയസ്സിലാണ് ഹദീസ് കേൾക്കുന്നത്. അതുവരെ അത് കേട്ടിട്ടേ ഇല്ല. പക്ഷെ ഹദീസാണെന്ന് ഉറപ്പായി, സഹീഹായ ഹദീസാണ്. നമ്മുടെ നിലപാട് ആ സമയം നമ്മൾ മാറ്റണം. ഞാൻ എത്രയും കാലം കേട്ടിട്ടില്ല, ഞാൻ പഠിച്ച ഉസ്താദ് പഠിപ്പിച്ച ഉസ്താദ് പറഞ്ഞു, അതൊന്നുമല്ല. ഖുർആൻ ഹദീസാണോ ഖുർആനാണോ? ഇൽതിസാമുന ബിൽ കിതാബി വസ്സുന്ന ഫി കുല്ലി ശുഊനിന വഅഹ്വാലിന. എല്ലാ കാര്യത്തിലും ഖുർആനും സുന്നത്തുമായിരിക്കണം നമ്മളുടെ അവലംബം.
എല്ലാത്തിലും അങ്ങനെ തന്നെ. അതിൽ നമുക്ക് യാതൊരു പ്രയാസം ഉണ്ടാകരുത്. അവസാനിപ്പിക്കാൻ സഹാബ ആയത്തിറങ്ങി, അല്ലാഹു തആല ആയത്തിറക്കി, വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. നിങ്ങൾ മനസ്സിലുള്ളത് പുറത്തേക്ക് പറഞ്ഞാലും അതവിടെ ഒളിപ്പിച്ചു നിർത്തിയാലും നിങ്ങൾക്കതിൻ്റെ പേരിൽ വിചാരണയുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിൽ വിചാരിച്ചതിന് വിചാരണയുണ്ട് എന്ന് ആയത്തിറങ്ങിയപ്പോൾ സഹാബത്തിന് പ്രയാസമായി. റസൂലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് കുല്ലിഫ്നാ മിനൽ അഅമാലി മാ നുതീഖ്. നമ്മൾക്ക് പറ്റുന്ന പല അമലുകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അസ്സലാ വസ്സിയാം വൽ ജിഹാദ് വസ്സദഖ, അതൊക്കെ നമുക്ക് പറ്റുന്നതാണ്, പ്രയാസമല്ല. വഖദ് ഉൻസിലത് അലൈക ഹാദിഹിൽ ആയതു വലാ നുതീഖുഹാ. ഈ ആയത്തിറങ്ങി. ഏതായത്ത്? ആമന റസൂലിൻ്റെ തൊട്ടുമുള്ള ആയത്ത്. വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ യുഹാസ് വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. ഇത് ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. മനസ്സിൽ കരുതുന്നതിന് വിചാരണയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അതുരീദൂന അൻ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബൈനി മിൻ ഖബ്ലിക്കും സമിഅനാ വഅസൈന. അഹ്ലുൽ കിതാബിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകൾ, യഹൂദികളായിട്ട് നസ്രാണികളായിട്ട്, അവർ പറഞ്ഞതുപോലെ കേട്ടിരിക്കുന്നു, അനുസരണക്കേട് ധിക്കരിച്ചിരിക്കുന്നു, സമിഅനാ വഅസൈന എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണോ? ബൽ ഖൂലു സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ഇങ്ങനെ പറയുക, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, നിന്നിലേക്കാണ് മടക്കം. ഇത് പറയാം. അത് പറയാൻ പറഞ്ഞു. സഹാബത്ത് അത് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഫലമ്മ ഖാല ദാലിക സഹാബതു റളിയല്ലാഹു അൻഹും ഖഫഫല്ലാഹു അൻഹും. അവർക്ക് അല്ലാഹു തആല അതിലൊരു തഖ്ഫീഫ്, ലഘൂകരണം നൽകി. അല്ലാഹു പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം ഖുർആനിലും സുന്നത്തിലുണ്ടോ അത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ, നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതിലേക്ക് കീഴൊടുങ്ങാൻ നമ്മൾക്ക് പറ്റണം. ഇതാണ് ദഅവ സലഫിയതിൻ്റെ 10ാമത്തെ അടിസ്ഥാനം. ഏത് കാര്യങ്ങളും നമ്മൾ ഇത്രയും കാലം പഠിച്ചതിലതില്ല, പക്ഷേ പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്നറിഞ്ഞാൽ അത് സ്വീകരിക്കാൻ, നേരത്തെ വിശ്വസിച്ച നിലപാട് അല്ലെങ്കിൽ ആദർശം ഖുർആനിനും സുന്നത്തിനും അനുസരിച്ച് ക്രമീകരിക്കാൻ പറ്റണം. അവനാണ് യഥാർത്ഥ സലഫി. അത് സലഫി ദഅവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 10 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിൽ പലതും അധികവും നമ്മൾ വായിച്ചിട്ടില്ല, ഒരു ഹെഡിങ്ങും കുറച്ച് കാര്യങ്ങൾ വായിച്ചിട്ടുള്ളൂ. ഏതൊക്കെ 10 കാര്യങ്ങൾ? ഒന്നാമത്തെ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ എന്താ? അൽ-ഇഹ്തിമാമു വൽ ഇനായതു ബിതലബിൽ ഇൽമി ശർഈ വത്തഫഖുഹി ഫിദ്ദീൻ. ദീനിൽ ദീനിയായ അറിവ് സമ്പാദിക്കുന്നതിൽ, ശർഈയായ ഇൽമ് കരസ്ഥമാക്കുന്നതിൽ മുന്തിയ പരിഗണനയും അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കലും. അതാണ് ഒന്നാമത്തെ പറഞ്ഞു. പഠിക്കണം. എല്ലാവരും പഠനരംഗത്തേക്ക് ഇറങ്ങണം. നമ്മളെല്ലാവരും പഠിച്ച് ദീനി രംഗത്ത് ഖിദ്മത്ത് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. നല്ല ബുദ്ധിയുള്ള ആളുകളുണ്ടാകും. അവരവരുടെ ബുദ്ധി ഈ ദുനിയാവിൻ്റെ ചില മേഖലകളിലേക്ക് മാത്രം, ദുനിയാവിൽ മാത്രം ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളിൽ മാത്രം ഒതുക്കരുത്. നല്ല കഴിവുള്ള ആളുകളുണ്ടാകും. അവരവരുടെ ആ ബുദ്ധിയും കഴിവും അള്ളാഹു നൽകിയ നിഅമ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമത്തേത് അൽ-ഹിർസു അല തത്ബീഖിൽ അമലി ലിൽ ഇസ്ലാം. ഇസ്ലാമിനെ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിൽ അതീവ താല്പര്യമാണ്. അമലാക്കണം, പഠിച്ചത് അമലാക്കണം. അദ്ദഅവതു ഇലല്ലാഹി തആല അലാ ബസീറ. മൂന്നാമത്തെ, കൃത്യമായ അറിവോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ദഅവത്ത്. അപ്പം അൽ ഇൽം വൽ അമൽ അദ്ദഅവ. നാലാമത്തെ അൽ-ഇഹ്തിമാമു ബി അഖീദത്തി സലഫ് ഇൽമൻ വ അമലൻ വ തഅലീമ. പഠനത്തിലും പ്രവർത്തനത്തിലും പഠിപ്പിക്കുന്നതിലൊക്കെ സലഫുകളുടെ അഖീദ എന്താണ്, വിശ്വാസം എന്താണ്, സഹാബത്ത് എങ്ങനെ വിശ്വസിച്ചു,
വഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസം ശരിയാകുള്ളൂ. അപ്പോൾ അത് പഠിക്കുന്നതിലും ജീവിതത്തിൽ പകർത്തുന്നതിലും പഠിപ്പിക്കുന്നതിലും ദഅവത്ത് നടത്തുന്നതിലൊക്കെ നമ്മൾക്ക് അതിന് വലിയ പ്രാധാന്യം നൽകണം. അഞ്ചാമത്തെ അൽ-ഇഹ്തിമാമു ബിസ്സുന്നത്തി നബവിയ്യ, റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരുന്നതിൽ പ്രാധാന്യം കൊടുക്കണം. വൽ ഹിർസു അലൽ അമലി ബിഹാ വദ്ദഅവതി ഇലാ ദാലിക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലും അതിലേക്ക് ക്ഷണിക്കുന്നതിലും വലിയ താല്പര്യം ഉണ്ടാകണം. ആറാമത്തേത് അൽ-ഇർതിബാത്തുൽ വസീഖു ബി ഉലമാഇ സുന്ന, അഹ്ലുസുന്നയുടെ ഉലമാക്കളുമായി നല്ല ശക്തമായ ബന്ധമുണ്ടാകണം. അൽ-ഇബ്തിആദു അനിൽ ഹിസ്ബിയ്യാതി വൽ ജമാഅത്തിൽ ഇസ്ലാമിയ്യത്തി സിർരിയ്യ, കക്ഷിത്വങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന രഹസ്യ സ്വഭാവമുള്ള എല്ലാ സംഘടനകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം? അകന്നു നിൽക്കണം. التزامنا بما دل عليه الكتاب والسنة وأجمع عليه سلف الأمة في معاملة أئمتنا وحكامنا. നമ്മുടെ മുസ്ലിം ഭരണാധികാരികൾ, ഇമാമുമാർ, അവരോട് ഇടപെടുന്ന വിഷയത്തിൽ ഖുർആനും സുന്നത്തും സലഫുകൾ എന്തു പറഞ്ഞു അതിൽ ഉറച്ചു നിൽക്കൽ. ഒമ്പതാമത്തെ മുനാബദതു അഹ്ലിൽ ബിദ്അ വത്തഹ്ദീറു മിൻഹും, ബിദ്അത്തിന്റെ ആളുകളുമായി എതിർത്ത് നിൽക്കുക, അവരെ വെടിയുക, അതുപോലെ തന്നെ അവരിൽ നിന്ന് താക്കീത് ചെയ്യുക. പത്താമത്തെ ഇൽതിസാമുന ബിൽ കിതാബി വസ്സുന്ന ഫി കുല്ലി ശുഊനിന വ അഹ്വാലിന, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ അവസ്ഥകളിലും എല്ലാ മേഖലകളിലും ഖുർആനും സുന്നത്തിനെയും മുറുകെ പിടിക്കാൻ നമ്മൾക്ക് പറ്റണം. അത് അല്ലാഹു തആല ആലം. ഈ വിഷയം തന്നെ നമ്മുടെ തന്നെ പല ദായിമാരും നല്ല വൃത്തിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ടാവും. മനസ്സിലാക്കണം, അവരുടെ ദർശനങ്ങൾ കേൾക്കണം. മലയാള അറബി അറിയാത്ത ആളുകൾ ഷെയ്ഖിൻ്റെ ദർശനം ഇത് ദർശ രൂപത്തിൽ തന്നെ നമ്മൾക്ക് യൂട്യൂബിൽ കിട്ടും. ഈ ഹെഡിങ് അടിച്ചു കൊടുത്താൽ മതി, ഉസൂലു അദ്ദഅവത്തി സലഫിയ്യ ഷെയ്ഖ് അബ്ദുസ്സലാം ബർജിസ്ന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. കേൾക്കുക, ഇത് വായിക്കുക. ഇതിൻ്റെ അറബി PDF ലഭ്യമാണ്. അതേപോലെ തന്നെ ഇതുപോലെ മൻഹജിയായ പല കിതാബുകളുണ്ട്, അത് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മുടെ ഈ ദൗറ പ്രധാനമായിട്ടും നമ്മുടെ മൻഹജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ദൗറയാണ്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. നന്നായിട്ട് പഠിക്കുക. അള്ളാഹു തആല മൻഹജിയായ വിഷയത്തിലൊക്കെ ഖുവ്വത്ത് നമുക്ക് കിട്ടണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.